Hi all, good morning. Today we are discussing elementary data organization. നമ്മൾ ഇന്ന് നോക്കുന്നത് പോയിന്റ്സ് ഡാറ്റ എൻറ്റിറ്റി ഇൻഫർമേഷൻ, then primitive data types, non-primitive data types, then data structure, definition, classification. നമ്മളിത് ഓൾറെഡി ജസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. then data structure operations. So let's start. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡാറ്റ എൻറ്റിറ്റി ഇൻഫർമേഷൻ ആണ്. എന്താണ് ഡാറ്റ? നമ്മളൊരു എൻറ്റിറ്റിയിലേക്ക് അസൈൻ ചെയ്യുന്ന സിംഗിൾ വാല്യൂ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ആണ് ഡാറ്റ. പക്ഷെ ഡാറ്റ ഐറ്റം എന്താണെന്ന് നോക്കാം. ഒരു ഡാറ്റയിലുള്ള സിംഗിൾ ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ആണ് ഡാറ്റ ഐറ്റം. അതിൻ്റെ ഒരു സബായിട്ടാണ് ഡാറ്റ ഐറ്റം വരുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റിയിലുള്ള സിംഗിൾ വാല്യൂ ഓർ ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ആണ്. എൻറ്റിറ്റിയിൽ അസൈൻ ചെയ്തിട്ടുള്ള സിംഗിൾ വാല്യൂ ഓർ ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ആണ് ഡാറ്റ. എങ്കിൽ ഡാറ്റ ഐറ്റം എന്ന് പറഞ്ഞാൽ ഡാറ്റയിൽ അസൈൻ ചെയ്തിട്ടുള്ള ഡാറ്റയിലുള്ള ഒരു സിംഗിൾ ഓർ ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ആണ് ഡാറ്റ ഐറ്റം. ദെൻ എൻറ്റിറ്റി ഈസ് എ തിങ്. അതിനാണ് സം പ്രോപ്പർട്ടീസ് ഉണ്ട്. എൻറ്റിറ്റി ഈസ് എ തിങ് ബട്ട് ഇറ്റ് ഹാസ് സം പ്രോപ്പർട്ടീസ്. അതിൻ്റെ ബേസിലാണ് അത് വാല്യൂസ് ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫെച്ച് ചെയ്യുന്നത്. കാരണം അതിന് എന്തോ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ അതിന് ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ വാട്ട് ഈസ് ഇൻഫർമേഷൻ? നമുക്കറിയാം ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ഡാറ്റയാണ്. അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബേസിൽ പറയുന്ന ഒരു പ്രോസസ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ഡാറ്റയാണ് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെങ്കിലും ആക്ഷൻസ് പെർഫോം ചെയ്യുന്നത് സിസ്റ്റത്തിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് പെർഫോം ചെയ്യാൻ ഇൻഫർമേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് സം മീനിങ്, സോ ഇറ്റ് ഈസ് മീനിങ് ഫുൾ ഡാറ്റ. ഇതാണ് ഇൻഫർമേഷൻ. ഇതാണ് ജസ്റ്റ് ഡാറ്റ എൻറ്റിറ്റി ഇൻഫർമേഷനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ കം ടു ദി പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. എന്താണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്? നമ്മൾ മെഷീനിൽ ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സാണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. നമ്മുടെ മെഷീനിൽ ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സും ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വന്നത്. സോ മെഷീനിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സാണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇത്തരം ഡാറ്റ ഐറ്റംസിൽ നമുക്ക് ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ്. നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്നതാണ് ഇൻറ്റീജർ, ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടർ, ബൂളിയൻ. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും വേരിയബിളൊക്കെ അസൈൻ ചെയ്യുന്നത് ഇത്തരം ടൈപ്സ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ടൈപ്സ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീസൊക്കെ ഈ വേരിയബിളിനും അഫക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂ ആക്സസ് ചെയ്യുന്നത് ആ വേരിയബിൾ. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. ദെൻ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. ഈ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഒരിക്കലും നമ്മളുടെ ഡാറ്റ ഐറ്റംസിൽ ഡയറക്റ്റ്ലി ഒരു ഇൻസ്ട്രക്ഷൻസും പെർഫോം ചെയ്യുന്നത് അലോ ചെയ്യുന്നില്ല. ദീസ് ഡാറ്റ സ്ട്രക്ചേഴ്സ് നോട്ട് അലോ എനി സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ്. ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസും അലോ ചെയ്യുന്നില്ല. ഒരു ഡാറ്റ ഐറ്റംസിൽ ഡയറക്റ്റായിട്ട് ഒരിക്കലും നമുക്കപ്പോൾ പെർഫോം ചെയ്യാൻ കഴിയില്ല. Then examples of non-primitive data types ആണ് arrays, structures, union, class, etc. അപ്പോൾ ഇത്തരം എക്സാമ്പിൾസ് ആണ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിലുള്ളത്. അപ്പോൾ ഒന്ന് ഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നതും ഒന്ന് ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാത്തതുമാണ്. നമുക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ കഴിയില്ല. അതാണ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. ദെൻ ഡാറ്റ സ്ട്രക്ചർ. കമ്പ്യൂട്ടർ മെമ്മറിയിൽ അല്ലെങ്കിൽ ഒരു ഡിസ്ക് സ്റ്റോറേജിലൊക്കെ ഉള്ള ഡാറ്റ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റയാണ് ഡാറ്റ സ്ട്രക്ചർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ ഡെഫിനിഷൻസ് ആണ്. ഓൾമോസ്റ്റ് സെയിം ആണ്. സെൻറ്റൻസിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ കണ്ടൻറ്റ് സെയിം ആണ്. കമ്പ്യൂട്ടർ മെമ്മറിയിലോ അല്ലെങ്കിൽ ഡിസ്ക് സ്റ്റോറേജിലോ ഒക്കെ ഉള്ള അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റയാണ് ഡാറ്റ സ്ട്രക്ചർ. ഇത് നമുക്ക് ആവശ്യം വരുന്നപ്പോഴാണ് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അരേ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക് ലിസ്റ്റൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ നമ്മൾ ഇത്തരം ഡാറ്റ സ്ട്രക്ചേഴ്സിൽ എന്തെങ്കിലും ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിലും എന്തെങ്കിലും ഡാറ്റ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് സർട്ടൻ അൽഗോരിതംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അൽഗോരിതംസിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് നോക്കാം. അൽഗോരിതംസ് എന്തൊക്കെയാണ്? നമുക്ക് ഈ ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സെർച്ച് ചെയ്യാന്നിപ്പോൾ നമുക്ക് അറിയാം, നമ്മളിപ്പോൾ പറഞ്ഞു ഡാറ്റ സ്ട്രക്ചറിൽ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും. അത് ഒരു ഡാറ്റ അരേ ആണെങ്കിലും സ്റ്റാക്ക് ആണെങ്കിലും ഒക്കെ ഒരുപാട് വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സ്പെസിഫൈഡ് വാല്യൂ, അതിൻ്റെ കീ വാല്യൂ നമ്മൾ പറഞ്ഞിരുന്നു പൊസിഷൻ വാല്യൂ 0 to n-1 എന്ന് വെച്ചാൽ n വാല്യൂസ് ഉണ്ടെങ്കിൽ n-1th പൊസിഷൻ വരെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക നമ്മളുടെ മെമ്മറിയിൽ.
അപ്പോൾ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യും, n-1 വരെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും വാല്യൂസിൽ നിന്ന് നമുക്ക് ഇത്രയും പൊസിഷനിലുള്ള വാല്യൂസ് നമുക്ക് ഇന്ന സ്പെസിഫൈഡ് വാല്യൂ കിട്ടണം. അപ്പോൾ സെർച്ചിങ് അൽഗോരിതംസ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. അതേപോലെ സോർട്ടിങ് അൽഗോരിതം ഉണ്ട്. സോർട്ടിങ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കുറേ വാല്യൂസ് ഉണ്ടാകും, ലിസ്റ്റ് ഓഫ് വാല്യൂസ്. അത് നമുക്ക് അറിയില്ല ഏത് ഓർഡറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡർക്ക് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർക്ക് ചേഞ്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് സോർട്ടിങ് അൽഗോരിതം. അപ്പോൾ ഒരുപാട് അൽഗോരിതംസ് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഡാറ്റ സ്ട്രക്ചർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ ഡാറ്റ സ്ട്രക്ചർ പറഞ്ഞു, നമ്മൾ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് ടു ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ലീനിയർ, നോൺ ലീനിയർ. ഈ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിനെ ഒന്നുകൂടെ പറയാം, നമ്മളറിയാം വൺ ആഫ്റ്റർ അനദർ ആയിട്ട് സീക്വൻഷ്യലി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയാണ് നമ്മളുടെ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അറേസ്, ലിങ്ക് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ ഒക്കെ അതിന് എക്സാമ്പിളാണ്. പക്ഷേ നമ്മളുടെ ഈ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൻ്റെ കേസ് വരുമ്പോൾ എന്താ നടക്കുന്നത്, ഒരിക്കലും അത് സീക്വൻഷ്യലി അറേഞ്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സീക്വൻഷ്യലി ആക്സസ് ചെയ്യാൻ പറ്റില്ല, സീക്വൻഷ്യലി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് അവിടെ ഇവിടെ സ്കാറ്റേഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് അവ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഡാറ്റ വേറെ എവിടെയോ പൊസിഷനിൽ കിടക്കുന്ന ഒരു ഡാറ്റയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആ റിലേഷൻഷിപ്പിൻ്റെ ബേസിലാണ് നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ അത് ഫെച്ച് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ. അതാണ് രണ്ട് ടൈപ്സ് അല്ലെങ്കിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ. നെക്സ്റ്റ് നമ്മൾ വീണ്ടും അൽഗോരിതത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ, ഓക്കെ, നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നടത്താൻ നമുക്ക് ഞാൻ പറഞ്ഞു അൽഗോരിതംസ് യൂസ് ചെയ്യണം. അപ്പോൾ ഒരുപാട് പ്രോസസ്സിങ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സിൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയണം എങ്ങനെയാണ് ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കങ്ങനെ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ വെറുതെ വാല്യൂസ് ഉണ്ടാവില്ലല്ലോ, നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഡാറ്റ വാല്യൂസ്. ഒരു സിംഗിൾ വാല്യൂ എന്നല്ല, ഒരുപാട് ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് വാല്യൂസ് നമ്മൾ ഡാറ്റ സ്ട്രക്ചർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയണം ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെ. അതേപോലെ സെർച്ച് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഒരു സ്പെസിഫിക് ഐറ്റം വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു സ്പെസിഫിക് ഐറ്റം വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അത്തരം പ്രോസസ്സിങ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ പ്രോസസ്സിംഗ് ഒക്കെ നമ്മളുടെ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ അലൗഡാണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ഒക്കെ യൂസ്ഫുൾ ആവുന്ന എന്തിനൊക്കെയാണെന്ന് നോക്കാം. ഒന്നും ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു പെർട്ടിക്കുലർ ഡാറ്റ ഐറ്റം അല്ലെങ്കിൽ ഒരു റെക്കോർഡ് നമുക്ക് സെർച്ച് ചെയ്യാൻ ഈ അൽഗോരിതംസ് യൂസ്ഫുള്ളാണ്. നമ്മൾ പറഞ്ഞു സെർച്ചിങ്. അതേപോലെ ഡാറ്റ സോർട്ട് ചെയ്യാൻ നമുക്ക് പോസിബിളാണ്. ഒരുപാട് സോർട്ടിങ് വേസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ സിമ്പിൾ സോർട്ടിങ്, അഡ്വാൻസ്ഡ് സോർട്ടിങ് ഒക്കെ ആയിട്ട് ഒരുപാട് ടൈപ്സ് ഓഫ് സോർട്ടിങ് മെത്തേഡ്സിനൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനും ഉണ്ട്. സോ സോർട്ടിങ് ആണ്, സെർച്ചിങ് കഴിഞ്ഞ സോർട്ടിങ് ഉണ്ട്. ദെൻ ഐട്രേഷൻ പ്രോസസ്സ് ഉണ്ട്. ഈ ഐട്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡാറ്റ സ്ട്രക്ചർ, ആ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലുള്ള ഓരോ ഐറ്റത്തിനെ വിസിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അത് ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ അതിൽ പ്രോസസ്സ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐട്രേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലിസ്റ്റ് ഓഫ് വാല്യൂസിലുള്ള ഓരോ വാല്യൂസും വൺസ് എങ്കിലും നമ്മളത് വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തിട്ട് എല്ലാ വാല്യൂസും ഓരോ 1 by 1 ആയിട്ട് വിസിറ്റ് ചെയ്യും. എന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്യാനാണോ എന്ത് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ പ്രോസസ്സിങ് അതിന് ചെയ്യാനാണോ, അത് എന്താ വെച്ചാൽ അത് ചെയ്യും. അതാണ് ഐട്രേഷൻ. സോ ഐട്രേഷനൊക്കെ സ്പെസിഫൈഡ് ആയിട്ടുള്ള അൽഗോരിതംസ് തന്നെയുണ്ട് കേട്ടോ ചെയ്യാൻ. നെക്സ്റ്റ് വി ആർ കമ്മിങ് ടു ദി ഡാറ്റ സ്ട്രക്ചർ ഓപ്പറേഷൻസ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ ഓപ്പറേഷൻസാണ് ഡാറ്റ സ്ട്രക്ചറിലുള്ളത്. ഈ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചറിലുള്ള ഡാറ്റ പ്രോസസ്സിംഗ് ആണ് ഓപ്പറേഷൻസ്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഡാറ്റ മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻസൊക്കെയാണ് നമ്മൾ ഈ ഡാറ്റ സ്ട്രക്ചർ ഓപ്പറേഷൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം എന്തൊക്കെ ഓപ്പറേഷൻസാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡാറ്റ സ്ട്രക്ചറിൽ ചെയ്യാനുള്ളത്. ഇതിനൊക്കെ അൽഗോരിതംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം. ആസ് എൻ ഇൻട്രൊഡക്ഷൻ നമ്മളെല്ലാ ഓപ്പറേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ, ട്രാവേഴ്സിങ്, then searching, then inserting, deleting, sorting, merging. So what is traversing? To visit or process each data exactly once in the data structure. Data structure നമ്മൾ പറഞ്ഞു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. ഈ ലിസ്റ്റ് ഓഫ് വാല്യൂസുള്ള ഓരോ ഡാറ്റയും എക്സാക്ട്ലി വൺസ് എങ്കിലും മിനിമം 1 ടൈം എങ്കിലും വിസിറ്റ് ചെയ്യുക, എന്നിട്ട് പ്രോസസ്സ് ചെയ്യുക. ഇതാണ് ട്രാവേഴ്സിങ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ സ്ട്രക്ചറിലുള്ള ലിസ്റ്റ് ഓഫ് വാല്യൂസിലുള്ള
ഓരോ ഡാറ്റയും എക്സാക്ട്ലി വൺസ് എങ്കിലും മിനിമം വിസിറ്റ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. ഒന്നിൽ കൂടുതലും പലതും നമുക്ക് വിസിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അതിനുള്ള ഐട്രേഷൻ പ്രോസസ്സൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സോർട്ടിങ്സ് മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കെല്ലാം വിസിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴല്ലേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഓരോ അൽഗോരിതംസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാവേഴ്സിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ സെർച്ചിങ് ഐ തിങ്ക് വി ഓൾറെഡി ഡിസ്കസ്ഡ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഗീവൺ കീ വാല്യൂ ഉണ്ടാവും. കീ വാല്യൂ നമ്മൾ പറഞ്ഞു 0th തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓരോ പൊസിഷൻ മെമ്മറിയിലുള്ള പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0th പൊസിഷനാണ്. അപ്പോൾ എന്തെങ്കിലും സ്പെസിഫൈഡ് കുറേ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ആണ്. അപ്പോൾ n വാല്യൂസ് ഉണ്ടെങ്കിൽ n-1th പൊസിഷൻ വരെ ഉണ്ടാകും അതിൻ്റെ കീ വാല്യൂ. അപ്പോൾ ഗിവൺ കീ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഡാറ്റ സ്ട്രക്ചറിലുള്ള പെർട്ടിക്കുലർ വാല്യൂ സെർച്ച് ചെയ്യുന്നതിനാണ് സെർച്ചിങ് അൽഗോരിതംസ് അല്ലെങ്കിൽ സെർച്ചിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ സെർച്ചിങ് അൽഗോരിതംസും ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ഇൻസേർട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ സ്ട്രക്ചർക്ക് ഒരു ന്യൂ വാല്യൂ ഇൻസേർട്ട് ചെയ്യുക. അതിന് ഏത് പൊസിഷൻക്കാണെന്നൊക്കെ നമുക്ക് അതിനനുസരിച്ച് സ്പെസിഫൈ ചെയ്യുക. ആ പൊസിഷൻക്കാണ് ഇൻസേർട്ട് ചെയ്യുക. ഇനി എപ്പോഴും ഫസ്റ്റ് ലാസ്റ്റൊക്കെ അത് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുമോ അങ്ങനെയല്ല, പക്ഷെ അതിന് ഇൻസേർഷൻ ചെയ്യാൻ പറ്റും ഒരു ഡാറ്റ വാല്യൂ. അതിന് ഏത് ഇന്ന പൊസിഷൻ കീ വാല്യൂ കൊടുത്തിട്ട് ആ പൊസിഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഒക്കെ പോസിബിളാണ്. അതൊക്കെ അൽഗോരിതംസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ട്രാവേഴ്സിങ് ഉണ്ട്, സെർച്ചിങ് ഉണ്ട്, ഇൻസേർട്ടിങ് ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഡിലീറ്റിംഗ് ആണ്. ഇപ്പോൾ ഡാറ്റ വാല്യൂ സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസ് ഒരു ഡാറ്റ സ്ട്രക്ചറിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെങ്കിലും സ്പെസിഫൈഡ് വാല്യൂ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, വി ക്യാൻ റിമൂവ് ഇറ്റ് ബൈ യൂസിങ് സം ഡിലീറ്റിംഗ് അൽഗോരിതംസ്. നമുക്ക് എന്തെങ്കിലും ഡിലീറ്റിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. എല്ലാത്തിനും നമ്മൾ ഒരുപാട് അൽഗോരിതംസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇത്തരം പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സ്പെസിഫൈഡ് അൽഗോരിതംസ് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ദെൻ സോർട്ടിങ് എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞു അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ നമ്മളുടെ ഡാറ്റ സ്ട്രക്ചറിലുള്ള അല്ലെങ്കിൽ വാരിയസ് ടാഗ് അതിലുള്ള വാല്യൂസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സോർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് സോർട്ടിങ് ചെയ്യണമെന്ന് വെച്ചാൽ അസെൻഡിങ് ഓർഡറിലാവും ഡിസെൻഡിങ് ഓർഡറിലാവും, പക്ഷേ ഷുഡ് ബി എൻ ഓർഡർ, എ പെർട്ടിക്കുലർ ഓർഡർ ആയിരിക്കാം. അതും നമുക്ക് ഒരുപാട് അൽഗോരിതംസ് ഒക്കെ വെച്ച് ചെയ്യാനുണ്ട്. ദെൻ മെർജിങ് എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം ടൈപ്പായിട്ടുള്ള രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ ജോയിൻ ചെയ്തിട്ട് മെർജ് ചെയ്യാണ് ചെയ്യുന്നത്. അത് രണ്ട് സെയിം ടൈപ്പായിരിക്കണം ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമുക്ക് ഇങ്ങനെ മെർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് സെയിം ടൈപ്പ് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ അതിലുള്ള വാല്യൂസിനെ മെർജ് ചെയ്യുന്നതിനാണ് മെർജിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ നമ്മളുടെ ഡാറ്റ സ്ട്രക്ചർ ഓപ്പറേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ പ്രോസസ്സിങ്സ് ഉണ്ട്, അൽഗോരിതംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കോഡൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ വി ഹാവ് ടു ഡു ലേറ്റർ. നമുക്കൊക്കെ പിന്നെ ചെയ്യാം, ടൈമുണ്ട് നമുക്ക്, കാരണം ആദ്യം ഇൻട്രൊഡക്ഷൻ ഏരിയ കഴിയണം. പിന്നെ പറയാനുള്ളത് നോട്ട്സൊക്കെ ഞാൻ PPT തരുന്നതാണ്, നിങ്ങൾ നോട്ട്സൊക്കെ ഫിനിഷ് ചെയ്യണം. മാത്രമല്ല ഫ്രൈഡേ നമുക്കൊരു ചെറിയ ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ് നടത്താണ്ട്. അത് essay ക്വസ്റ്റ്യൻസ് ഒന്നും പോസിബിൾ ആവില്ല ഈ ടൈമിൽ, ഇങ്ങനെ ഓൺലൈനിലല്ലേ. പോസിബിൾ ആവാന്ന് പറഞ്ഞാൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ വരും. നിങ്ങളും എല്ലാം ടൈപ്പ് ചെയ്തിടുന്നതും ഞാനും ഒക്കെ അതൊക്കെ നമുക്ക് രണ്ട് ടീമിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടൊക്കെ നമുക്കൊരു ചെറിയ യൂണിറ്റ് ടെസ്റ്റ് നടത്തേണ്ടതുണ്ട് ഫ്രൈഡേ. ഓക്കെ, സോ ഓക്കെ, നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.